വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് അവസാനം കവറേജ് റേഷ്യോ വരെയുള്ളതായിരുന്നു. നമുക്കറിയാം സ്ട്രക്ചറൽ റേഷ്യോയിൽ പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഇതുവരെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രണ്ടാമത്തെ റേഷ്യോ ആയിട്ടുള്ള കവറേജ് റേഷ്യോ എന്നുള്ളതാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന 1-2 റേഷ്യോയുമാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ലിവറേജ് റേഷ്യോ ഓർ സോൾവൻസി റേഷ്യോയിൽ 2 രീതികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്ന് മുമ്പ് പറഞ്ഞു. അവയായിരുന്നു സ്ട്രക്ചറൽ റേഷ്യോസ് ആൻഡ് കവറേജ് റേഷ്യോ. അതിൽ സ്ട്രക്ചറൽ റേഷ്യോ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതായിട്ടുള്ള കവറേജ് റേഷ്യോ ആണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രക്ചറൽ റേഷ്യോയും അതുപോലെ കവറേജ് റേഷ്യോയും തമ്മിലുള്ള വ്യത്യാസം ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ, സ്ട്രക്ചറൽ റേഷ്യോ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ആയിരുന്നു. എന്നാൽ കവറേജ് റേഷ്യോയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടഡ് ഫ്രം ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഐറ്റംസ് ആണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. എന്താണ് കവറേജ് റേഷ്യോ? ദീസ് ആർ കാൽക്കുലേറ്റഡ് ടു അസർട്ടൈൻ the firm's capacity to pay interest and dividend regularly. ലോങ് ടേം ആയിട്ട് ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റികളും അതുപോലെ തന്നെ ഇക്വിറ്റി ബിയറിംഗ് സെക്യൂരിറ്റിയും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് സെക്യൂരിറ്റീസ് അഥവാ ഔട്ട്സൈഡേഴ്സിന് നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുള്ള സെക്യൂരിറ്റീസ് നമ്മുടെ ബിസിനസ്സിലുണ്ട്. അത്തരത്തിലുള്ള ബിസിനസ്സിന് നമ്മൾ വർഷം അവർക്കുള്ള ഇൻട്രസ്റ്റ് നൽകൽ നിർബന്ധമാണ്. അത്തരത്തിൽ ഇൻട്രസ്റ്റ് കൊടുത്തു വീട്ടാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കമ്പനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അനാലിസിസിന് വിധേയമാക്കുന്നത്. കാരണം ഇവിടെ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കവറേജ് റേഷ്യോ കവർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അവിടെ അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഈ ഒരു ലൈന് ശ്രദ്ധിക്കുക. എന്ത്? ദീസ് ആർ കാൽക്കുലേറ്റഡ് ടു അസർട്ടൈൻ ദ ഫേംസ് കപ്പാസിറ്റി. ഈ ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി നമ്മൾ അസർട്ടൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനുള്ള കപ്പാസിറ്റി? ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ്. ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും റെഗുലറായിട്ട് വർഷം മുടക്കം സംഭവിക്കാതെ നൽകാൻ കഴിയുമോ എന്നുള്ള ഒരു കപ്പാസിറ്റി മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 2 തരത്തിലുള്ള റേഷ്യോസ് ആണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കവറേജ് റേഷ്യോസ് ആർ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ദെൻ സെക്കൻഡ് വൺ ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് ഔട്ട്സൈഡേഴ്സിന് ഇൻട്രസ്റ്റ് നൽകാറുണ്ട്. ഡിവിഡൻഡ് അതുപോലെ തന്നെ ലോണ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താണ് നൽകാറ്? ഇൻട്രസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യാറ്. ആ ഒരു ഇൻട്രസ്റ്റ് കവർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ? ദെൻ രണ്ടാമതായിട്ട് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നതാണ്. ആ ഡിവിഡൻഡ് നൽകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് വരാവുന്നൊരു ഡൗട്ടാണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഡിവിഡൻഡ് എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഒരു ഫിക്സഡ് ഐറ്റംസ് അല്ലല്ലോ. ഡിവിഡൻഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പ്രോഫിറ്റ്, ഇല്ലെങ്കിൽ നഷ്ടം, അങ്ങനെയാണല്ലോ. പിന്നെ എന്താണിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഡിവിഡൻഡ് തന്നെ പ്രിഫറൻസ് ഡിവിഡൻറ്റും ഉണ്ട്. ആ ഒരു പ്രിഫറൻസ് ഡിവിഡൻഡ് എന്തായാലും ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഫസ്റ്റ് വൺ എന്താണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഓർ ഡെപ്റ്റ് സർവീസ് റേഷ്യോ എന്ന് നമ്മളിതിനെ വിളിക്കും. ദിസ് റേഷ്യോ മെഷർ ദ കപ്പാസിറ്റി ഓഫ് ദ ഫേം ടു പേ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് റെഗുലർലി. നമ്മുടെ കമ്പനി റെഗുലറായിട്ട് ഇൻട്രസ്റ്റ് നൽകാൻ, ദാറ്റ് ഈസ് ഓൺ ലോൺ. നമ്മളൊരു കമ്പനി പുറമേ നിന്ന് ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോണിന് ആനുപാതികമായിട്ടുള്ള ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിബഞ്ചർ എടുത്തതിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ കമ്പനിക്ക് സാധിക്കുമോ എന്നാണ് ഈ ഒരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിൽ അനാലിസിസ് നടത്തുന്നത്. It establishes the relationship between operating profit and interest charges. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 2 ഐറ്റംസ് എടുക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ചാർജസ്. എത്ര രൂപയാണോ ഇൻട്രസ്റ്റ്
ഒരു വർഷത്തിന് വരുന്നത്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഉണ്ട് പ്രോഫിറ്റ് ഇനത്തിൽ എന്നുള്ള 2 ഐറ്റംസാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുള്ള ഒരു സമവാക്യം അഥവാ ഈ ഒരു റേഷ്യോ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മുടെ ഒരു പ്രോബ്ലം തരുന്ന സമയത്ത് പ്രോഫിറ്റ് നൽകിയിട്ടുണ്ട്, അത് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റും ടാക്സും അതിലേക്ക് നമ്മൾ തിരിച്ച് ആഡ് ചെയ്യേണ്ടി വരും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി വിശദമാക്കാം. എന്തായാലും പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും കൊടുക്കുന്നതിൻ്റെ മുമ്പുള്ള പ്രോഫിറ്റ്, ആ പ്രോഫിറ്റും നമ്മുടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റും തമ്മിലുള്ള ആനുപാതികമായിട്ടുള്ള നിലനിൽപ്പ്. അഥവാ ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററായിട്ട് ഇൻട്രസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് കവർ ചെയ്യാൻ മാത്രം പ്രോഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനേക്കാൾ കുറവാണോ പ്രോഫിറ്റ്, അതിൻ്റെ എത്ര മടങ്ങുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ. താഴെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 6 to 7 ടൈംസിലാണ് ഇവിടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അതുപോലെ തന്നെ ഈ ഒരു കവറേജ് റേഷ്യോ എല്ലാം നമ്മൾ സാധാരണഗതിയിൽ പറയാറ് ടൈംസിലാണ്, പേഴ്സൻറ്റേജിലോ അല്ലെങ്കിൽ ഈസ്റ്റു കണക്കിലോ അങ്ങനെയൊന്നുമല്ല നമ്മൾ പറയുന്നത്. എങ്ങനെയാണ്? ടൈംസിലാണ്. ഇത്ര മടങ്ങ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ ഹയർ ദ റേഷ്യോ ദ സ്ട്രോങ്ങർ ദ അബിലിറ്റി ഓഫ് കമ്പനി ടു പേ ഇൻട്രസ്റ്റ്. ഈ ഒരു റേഷ്യോ ഹൈ ആണെങ്കിൽ 6 to 7 ഒക്കെ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കമ്പനി നല്ല പൊസിഷനിലാണ്. കമ്പനിക്ക് ഇനിയിപ്പോൾ ഒരു വർഷത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ പോലും പണം കൊടുത്ത് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളൊരു കഴിവ് കമ്പനിക്കുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ദെൻ ബട്ട് ടു ഹൈ റേഷ്യോ മേ ഇംപ്ലേ അൺയൂസ്ഡ് ഡെപ്റ്റ് കപ്പാസിറ്റി. ഇനിയിപ്പോൾ ഒരുപാട് ഈ റേഷ്യോ 6 to 7 ആണെങ്കിൽ ഓക്കെ, നല്ല ഐഡിയൽ ആണെന്ന് പറയാം. ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ 6 അല്ലെങ്കിൽ 7 എന്നുള്ളതിന് പകരം ഒരു 15 അല്ലെങ്കിൽ 10, 12 അങ്ങനെയൊക്കെ ഒരുപാട് ടു ഹൈ ആണെങ്കിൽ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇറ്റ് ഇംപ്ലൈ അൺയൂസ്ഡ് ഡെപ്റ്റ് കപ്പാസിറ്റി. നമ്മുടെ ഡെപ്റ്റ് കപ്പാസിറ്റി പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ മുമ്പ് പ്രോബ്ലം ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാഷ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നത് ഒരു ബുദ്ധിയല്ല. ഇക്വിറ്റി എത്ര എടുക്കുന്നോ അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിൻ്റെ പണവും ബിസിനസ്സിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ പണം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ആ സാധ്യമായിട്ടുള്ള എമൗണ്ട് മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഔട്ട്സൈഡേഴ്സിൻ്റെത് എന്നാണ് വലിയൊരു ടൈംസ് നമുക്കിവിടെ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദെൻ ഇനി വളരെ കുറവാണെങ്കിലോ, അതാണ് പറയുന്നത് എ ലോ റേഷ്യോ മേ ഇൻഡിക്കേറ്റ് എക്സസീവ് യൂസ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ദ ഇന്നബിലിറ്റി ഓഫ് ഓഫർ അഷ്യൂർഡ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ക്രെഡിറ്റേഴ്സ്. വളരെ ചെറിയൊരു റേഷ്യോ ആണ് നമുക്കിവിടെ ലഭിച്ചതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഓവറായിട്ട് ഔട്ട്സൈഡേഴ്സിൻ്റെ എമൗണ്ടിനെ ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഇനത്തിൽ തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത്രയുമാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഈ ഒരു റേഷ്യോ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ബേസ് ലഭിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. എക്സാമ്പിൾ, ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് എ ലിമിറ്റഡ് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ടാക്സ് ഈസ് rupees 1,60,000. The amount of interest is rupees 40,000 and provision for taxation is rupees 80,000. Then calculate interest coverage ratio. നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാണാനാണ്. ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് എ ലിമിറ്റഡ് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഒരു രീതിയിൽ പ്രോബ്ലം ചെയ്യാനും വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാണാനും വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആഫ്റ്റർ ചാർജിങ് അല്ല, ബിഫോർ ചാർജിങ് ആണ്. ഓക്കെ, ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്നുള്ളതാണ്.
അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 1,60,000 എന്നുള്ള ഈ ഒരു എമൗണ്ട് 1,60,000 എന്നുള്ള ഈ ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് നൽകിയതിൻ്റെ ശേഷമുള്ള എമൗണ്ട് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും നൽകിയിട്ടുണ്ട്. ഇൻട്രസ്റ്റും ടാക്സും നൽകിയതിന് ശേഷമാണ് ഈ ഒരു 1,60,000 നമ്മുടെ കമ്പനിയിലുള്ള പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് നൽകുന്നതിന് മുമ്പാണെങ്കിലോ, ഇൻട്രസ്റ്റും ടാക്സും നൽകുന്നതിന് മുമ്പാണെങ്കിൽ ഈ ഒരു എമൗണ്ട്, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്രയാണ്? ഓക്കെ, ഇവിടെ നൽകിയിട്ടുണ്ട് പ്രൊവിഷൻ ഫോർ ടാക്സ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് 40,000. ഈ രണ്ട് എമൗണ്ടും ഇതിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു. 1,60,000 കൂടെ ഈ രണ്ട് ഐറ്റം അതിൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു, ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ടാക്സും കൊടുക്കുന്നതിന് മുമ്പാണെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ രണ്ട് എമൗണ്ട് അതിലേക്ക് ആഡ് ചെയ്താലാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ലഭിക്കുക. ഓക്കെ, അത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റും ദെൻ പിന്നീട് നമുക്കിതിൽ ആവശ്യമുള്ള ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൾറെഡി ഇവിടെയുണ്ട് 40,000. ഈ രണ്ട് ഐറ്റംസ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഏതായാലും നമുക്കൊരു അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു എന്നൊന്ന് മനസ്സിൽ കാണുക. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഇക്വേഷന് എഴുതി വെക്കുക. എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ = പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് അല്ലേ? ഓക്കെ, ആ ഒരു ഇക്വേഷൻ ആദ്യം എടുത്ത് എഴുതുക. ഈ ഒരു ഇക്വേഷനിൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ = പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എന്നുള്ളതിൽ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്ര എന്നുള്ളത് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത് 1,60,000. ഞാൻ ആദ്യമേ പറഞ്ഞു അതിലേക്ക് ഈ രണ്ട് എമൗണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഏത്? ഇൻട്രസ്റ്റ് എമൗണ്ട് 40,000ഉം ടാക്സ് എമൗണ്ട് 80,000ഉം ആഡ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 2,80,000 ആണ് നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു എമൗണ്ട് നമുക്ക് ലഭിച്ചു. പിന്നെ നേരിട്ട് ഓൾറെഡി നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് ലഭിക്കും 40,000. അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 2,80,000. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് 40,000. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കും 7 ടൈംസ്. എന്താണ് 7 ടൈംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ നമ്മുടെ ഈ ഒരു 40,000 എന്താണ്? ഇൻട്രസ്റ്റ് ആണല്ലേ? ഈ ഒരു ഇൻട്രസ്റ്റ് ആണ് 40,000. ഈ ഇൻട്രസ്റ്റ് 40,000 എല്ലാ വർഷവും നമ്മൾ നൽകേണ്ടതാണ്, നിർബന്ധമായിട്ട് നൽകേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്? 2,80,000. ഈ ഒരു പ്രോഫിറ്റ് 40,000 രൂപ കൊടുക്കാനും മാത്രം സാധിക്കുമോ എന്നാണ് ഇവിടെ നോക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും 40,000-ൻ്റെ എത്രയോ മടങ്ങ് 2,80,000 ഉണ്ട് എന്നുള്ളത്. എങ്കിൽ അതിൻ്റെ കറക്റ്റ് നമുക്ക് ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്താണ് 7 ടൈംസ് എത്ര മടങ്ങുണ്ട് എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നത്. ഈ 40,000 രൂപ വെച്ച് 7 മടങ്ങ് നമുക്ക് നൽകാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ചെറിയൊരു നഷ്ടമൊക്കെ കമ്പനിക്ക് സംഭവിച്ചാലും 2,80,000 തന്നെ കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ 2 ലക്ഷം കിട്ടിയിട്ടുള്ളൂ എങ്കിലും ഒരു 5 ടൈംസൊക്കെ നമുക്ക് അവിടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ഇതിൽ നിന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ കമ്പനി മാനേജേഴ്സിന് നമ്മൾ നൽകുക. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നൽകുക? ഇൻ്റർപ്രിട്ടേഷൻ എഴുതാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. 7 ടൈംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കമ്പനി നല്ല ഗുഡ് പൊസിഷനാണ് എന്നുള്ള രീതിയിലേക്ക് ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് നൽകാവുന്നതാണ്. ഓക്കെ, ഇൻ്റർപ്രിട്ടേഷൻ. ഇൻട്രസ്റ്റ് ഈസ് കവേർഡ് ബൈ ദ പ്രോഫിറ്റ് 7 ടൈംസ്. ഈ ഒരു ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് എത്ര മടങ്ങ് കവർ ചെയ്തിട്ടുണ്ട്? 7 ടൈംസ്. ഇൻട്രസ്റ്റിനേക്കാൾ 7 മടങ്ങ് പ്രോഫിറ്റ് ഉണ്ട് എന്നർത്ഥം. ദിസ് മീൻസ് ദാറ്റ് ഈവൻ ഈ ഫേം EBIT ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നാണ് EBIT. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഫാൾസ് ടു 1/7 ഓഫ് ദ പ്രസൻറ്റ് ലെവൽ. ഇപ്പോഴുള്ള ആ ഒരു ലെവലിൽ നിന്ന് 1/7 പൊസിഷൻ ഇനി കുറയുകയാണെങ്കിൽ പോലും കമ്പനിക്ക് പ്രശ്നമില്ല, കമ്പനി അത്രത്തോളം നല്ല രീതിയിലാണ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദ കമ്പനി ക്യാൻ പേ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അത്ര കുറയുകയാണെങ്കിലും കമ്പനിക്ക് ലോണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുമെന്നാണ് ഇൻ്റർപ്രിട്ടേഷൻ നൽകിയത്. ദസ് ദ കമ്പനി ഹാസ് കപ്പാസിറ്റി ടു പേ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്.
then the firm is financially sound. നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ ഫിനാൻഷ്യലി സൗണ്ട് പൊസിഷനാണ് എന്നുള്ളത് നമുക്കതിൽ നിന്ന് മാനേജറെ അറിയിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു റേഷ്യോ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു റേഷ്യോ ആണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. എന്താണ് ഡിവിഡൻഡ് എന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിൽ നമ്മുടെ പ്രോഫിറ്റ് ഡിവിഡൻഡ് കവർ ചെയ്യാൻ മാത്രം ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കുറവാണെന്നുള്ളതൊക്കെ ഈ റേഷ്യോ വെച്ച് നമുക്ക് അനാലിസിസ് നടത്താം. ഏതായാലും എന്താണ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ? ഇറ്റ് മെഷർ ദ അബിലിറ്റി ഓഫ് എ കമ്പനി ടു പേ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർ ക്യാരിയിങ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ശ്രദ്ധിക്കണേ, ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണെന്ന് നമുക്കറിയാം. എങ്കിലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. കാരണം അവർക്ക് സ്വാഭാവികമായിട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു എല്ലാ വർഷവും നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതല്ലല്ലോ. അതുകൊണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെതാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്, ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദി നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ ദി എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. ശ്രദ്ധിക്കണേ, നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. നേരത്തെ പറഞ്ഞിരുന്ന ഇൻട്രസ്റ്റിൻ്റെ സമയത്ത് ബിഫോർ ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം എന്താ, അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഇൻട്രസ്റ്റ് നൽകുന്നത്. മനസ്സിലാക്കണം, എന്ത് ഇൻട്രസ്റ്റാണ് നമ്മൾ നൽകാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിരുന്നത്. ആ ഇൻട്രസ്റ്റ് നൽകുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് അല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇൻട്രസ്റ്റ് നൽകിയിട്ടുള്ള പ്രോഫിറ്റ് പിന്നെ നോക്കിയാൽ അതിൽ അർത്ഥമല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനുള്ള മുമ്പുള്ള പ്രോഫിറ്റ് നോക്കിയത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഡിവിഡൻഡ് നമ്മൾ എപ്പോഴാണ് കൊടുക്കാറ്? ഒരു കമ്പനി എപ്പോഴാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാറ്? ഏറ്റവും അവസാനമല്ലേ. എല്ലാ പേയ്മെൻറ്റും നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്താറ്. ആ പ്രിഫറൻസ് ഡിവിഡൻറ്റും നൽകിയിട്ടാണ് പിന്നെ ഇക്വിറ്റി കൊടുക്കുക. അപ്പോൾ ഇക്വിറ്റീൻ്റെ അത്ര ബാക്കോട്ട് നമ്മൾ പോകുന്നില്ല. പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ഏതിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്? സാധാരണ ഏണിംഗ് ആഫ്റ്റർ ടാക്സ് ആണ്. ടാക്സ് കൊടുത്തതിൻ്റെ ശേഷമുള്ള എമൗണ്ടാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാറ്. ആ ഒരു എമൗണ്ടാണ് എടുക്കുന്നത് EAT, ഏണിംഗ് ആഫ്റ്റർ ടാക്സ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. സോ ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഏണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ് നമ്മൾ കൊടുക്കാനുള്ളത്, ആ ഒരു എമൗണ്ടും അതിന് ആനുപാതികമായിട്ട് എത്രയുണ്ട് EAT എന്നുള്ളതാണ് ഇവിടെ അനാലിസിസിന് വിധേയമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് രീതി പഠിച്ചു. ഒന്ന് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഡിവിഡൻഡ്, ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ്. ഇനി ടോട്ടൽ ആയിട്ട് എങ്ങനെയെന്നുള്ളൊരു എൻട്രിയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പ്രോബ്ലം ഒന്നുമില്ലെങ്കിലും സിമ്പിളായിട്ട് ആ രീതി ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിൽ നിലനിൽക്കുമെന്നുള്ളത് കൊണ്ടാണ്. ടോട്ടൽ ഓർ ഓവറോൾ കവറേജ് റേഷ്യോ, ദാറ്റ് ഈസ് ഇറ്റ് ആൾസോ നോൺ ആസ് ഫിക്സ്ഡ് ചാർജസ് കവറേജ് റേഷ്യോ. ഫിക്സ്ഡ് ചാർജസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതെല്ലാം അല്ലേ. ഡെപ്റ്റും അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറും ഫിക്സ്ഡ് ചാർജസ് ആണ്. അവ രണ്ടും കൂടിയിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് മെഷർ ദ അബിലിറ്റി ഓഫ് എ കമ്പനി ടു സർവീസ് ആൾ ഫിക്സ്ഡ് ഒബ്ലിഗേഷൻസ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഏർണിങ്സ്. കമ്പനിയുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ ഒബ്ലിഗേഷനും ഇവരുടെ ഏർണിങ്സിൽ നിന്ന് കൊടുത്തു കിട്ടാൻ സാധിക്കുമെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഫിക്സ്ഡ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് അതിൽ? നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, ലോൺ ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ട്, ലീസ് പേയ്മെൻറ്റ് ഉണ്ട്, ലോൺ പേയ്മെൻറ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാമാണ് ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ ഒരു വർഷം നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ് ഇവയെല്ലാം. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് നമ്മുടെ കമ്പനി നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം ഔട്ട്സൈഡേഴ്സിനുള്ള ഇൻട്രസ്റ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നീട് കമ്പനിയിലേക്ക് അവർ പണം നൽകില്ല എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത് വർഷാവർഷം നൽകൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതൊക്കെ മറ്റൊരു വഴിയിൽ പോവും. അതുകൊണ്ടാണ് ഫിക്സ്ഡ് ഒബ്ലിഗേഷനാണ്. അത് കൊടുത്തു വീട്ടാൻ നമ്മുടെ എമൗണ്ട് മതിയാവുമോ എന്ന് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാവുന്നതാണ്. ദ റേഷ്യോ റിഫ്ലക്റ്റ് ദ ഓവറോൾ അബിലിറ്റി ഓഫ് എ കമ്പനി. നമ്മളിപ്പോൾ പറഞ്ഞു ഓവറോൾ അബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഡെപ്റ്റും കൊടുത്തു വിട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളത്. ദ റേഷ്യോ റിഫ്ലക്റ്റ് ദ ഓവറോൾ അബിലിറ്റി ഓഫ് എ കമ്പനി ടു സർവീസ് ഔട്ട്സൈഡ് ലാബിലിറ്റീസ്. ഔട്ട്സൈഡ് ലാബിലിറ്റീസ് മൊത്തത്തിൽ ഇക്വിറ്റി അതിൽ പെടില്ല, കാരണം ഔട്ട്സൈഡേഴ്സ് ആണ് പറയുന്നത്. ഔട്ട്സൈഡ് ലാബിലിറ്റീസ് ദാറ്റ് ഈസ്
ടോട്ടൽ കവറേജ് റേഷ്യോ എന്നാണ് പറയുക. ടോട്ടൽ കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു EBIT. EBIT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫിക്സ്ഡ് ചാർജസ്. ടോട്ടൽ ഫിക്സ്ഡ് ചാർജസ് എല്ലാ ചാർജസും കൂടിയിട്ടുള്ളതാണ് ഡിനോമിനേറ്ററായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. ആദ്യത്തേത് നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തതും മൂന്നാമത്തതും എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാത്തത് അത് വലിയ രീതിയിൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതില്ല. തിയറി ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മറ്റൊരു റേഷ്യോയുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ഈ ഒരു പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ ഭാവിയുള്ള ബിസിനസ് ജീവിതത്തിലുമെല്ലാം ഉപകാരപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഓക്കെ.